ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പം ഞങ്ങൾക്കൊന്ന് തായ്ലാൻഡിൽ പോകുന്നത് വെറുതെ ഇരുന്നപ്പോൾ ഒന്നുമില്ല. ഞങ്ങളുടെ വാപ്പി ഒന്ന് തായ്ലാൻഡിൽ പോയായിരുന്നു ഒരു 7 days ട്രിപ്പിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മെഗാ ഷോ നടക്കുന്നുണ്ടായിരുന്നു തായ്ലാൻഡിൽ. അപ്പം ഞങ്ങൾക്കും പോകണമെന്നുണ്ടായിരുന്നു. ബട്ട് ഗൈസ് ടിക്കറ്റ് നോക്കിയപ്പോഴത്തേക്കും പല എക്സ്പോർട്ടേഴ്സും ഇമ്പോർട്ടേഴ്സും ഉണ്ട്. അപ്പം അവരൊക്കെ ഈ മെഗാ ഷോയ്ക്ക് വേണ്ടി 1-2 മാസം മുമ്പേ ഇത് ടിക്കറ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഗൈസ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വാപ്പി വിളിക്കുന്നത് തായ്ലാൻഡിൽ പോകാൻ റെഡി ആയിക്കൊള്ളാറുണ്ട്. അപ്പം തന്നെ ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ ബാങ്ക്, എയർപോഡ് എല്ലാം കൊണ്ട് പാക്ക് ചെയ്ത് ഫുള്ള് സെറ്റായി ഗൈസ്. അങ്ങനെ ഞാൻ ദുബായ് എയർപോർട്ടിലോട്ട് പോയി. ഈ ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ കാണാം. ഞങ്ങൾ അങ്ങനെ ആദ്യം തന്നെ ദുബായ് എയർപോർട്ടിലോട്ടെത്തി. പിന്നെ ഞങ്ങൾ കുറേ നേരം നടന്നു ഗൈസ്. വെയിറ്റിംഗ് ഏരിയ ഇരുന്ന് വൈഫൈ ഒക്കെ കണക്ട് ചെയ്തു ഗൈസ്. അങ്ങനെ വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ച് നേരം ഇരുന്നു. ഞാൻ ബ്ലാക്ക് ഷർട്ടും ഒരു ബേജ് കളർ ഇതൊക്കെ ഇട്ട് ഞാൻ ഐപാഡിലോട്ട് ഇവിടെ കണക്ട് ചെയ്ത് ഞങ്ങൾ പ്രൈവറ്റ് സീറ്റിലാണ് ഗൈസ് ആദ്യം ഇരുന്നത്. ഗൈസ് അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടി. ബോർഡിംഗ് പാസ് കൊള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ മെക്ഡോണൽഡ്സിൽ പോയി ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. മൂന്ന് കിഡ്സ് മീലായിരുന്നു ഗൈസ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ ഒരു കുപ്പി ഇതും വാങ്ങിച്ചു, വെള്ളം. അങ്ങനെ ഞങ്ങളവിടെ നയിച്ചു ഇരിക്കുന്നു. ഞാൻ വീട്ടിലെ കൂട്ടിരുന്ന് ഐപാഡ് കണ്ടുകൊണ്ട് ഇതായിരുന്നു ഇത് സ്കെച്ച് ചെയ്തൊക്കെ ആയിരുന്നു ഞങ്ങളത്. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിനകത്ത് കയറിയിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അപ്പം തന്നെ കണക്ട് ചെയ്ത് അവഞ്ചേഴ്സ് എൻ ഗെയിം അല്ല, ഇൻഫിനിറ്റി വാർ ഇത്തിരി കണ്ടു. പിന്നെ ഞങ്ങൾ ഫുഡ് വന്നത് നല്ലൊരു ഫുഡായിരുന്നു, നല്ല ഫുഡ്. അപ്പോൾ ഐശു എൻ്റെ പോസൊക്കെ ചെയ്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫുഡ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മികച്ച ഫുഡായിരുന്നു. എന്താ വെച്ചാൽ ഇതായിരുന്നു ഞങ്ങൾക്ക് ആദ്യം വന്നത്. ബണ്ണ്, മീലോടെ പിന്നെ കേക്ക്. ഞങ്ങൾക്ക് ഉള്ളി വന്നിരുന്നത് മെക്രോണി പാസ്റ്റയും ചീസ് സ്റ്റിക്കും ചിക്കനൊക്കെ ആയിട്ടാണ്. പിന്നെ ബിസ്ക്കറ്റ്, ബട്ടർ, ബണ്ണ്. അങ്ങനെ വളരെ നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഇത് ആകാശത്തിൻ്റെ വ്യൂ വളരെ മനോഹരമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിലെ ബാങ്കോക്കിൽ ലാൻഡായി. ബാങ്കോക്ക് സുവർണഭൂമി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന സ്ഥലത്ത് ഞങ്ങൾ ലാൻഡായി. പിന്നെ ഞങ്ങൾ പടയെന്ന് പറഞ്ഞ് ഞങ്ങളെ ഹോട്ടലിലെത്തി രാത്രി. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പേരാണ് അരവണ റീജൻസി എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഫ്രണ്ടിലോട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അരവണ റീജൻസി. ഭയങ്കര നല്ലൊരു ഇന്ത്യൻ ഹോട്ടലാണ് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ അകം. അപ്പം 504 എന്ന് പറയുന്നൊരു റൂമായിരുന്നു എനിക്ക്. വളരെ നല്ല റൂമായിരുന്നു. ഒരു ലോക്കർ, TV. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ പറ്റുവാണെങ്കിൽ HDMI വയറും നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് ബോക്സ് എന്ന് വെച്ചാൽ സിമിലറുള്ള സെറ്റപ്പ് ബോക്സ് ഇതാക്കി പോവുക ആയിരിക്കും നല്ലത്. പിന്നെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തൊക്കെ പോയി. കാരണം ഞാൻ HDMI എടുത്തുകൊണ്ട് പറയാൻ കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് കാണാൻ. ഫോണൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതാണ് സ്വിമ്മിംഗ് പൂള്. 2 ഡോണറ്റ് ഷേപ്പ് സാധനം കണ്ടോ? അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്ര മീറ്ററാണെങ്കിൽ നമ്മൾ മുങ്ങിപ്പോത്തില്ല. എത്ര നമ്മൾ മുങ്ങാൻ ശ്രമിച്ചാൽ പോലും അത് മുങ്ങത്തില്ല. അത് ഊരിയാലേ പിന്നെ നമ്മൾ മുങ്ങിപ്പോത്തുള്ളൂ ഗൈസ്. അങ്ങനെ ഐശു അതിനകത്ത് നോക്കിയിരിക്കുകയാണ്. ഐശു നോക്കുന്നതിനകത്ത് വല്ല മീനും ഉണ്ടോ എന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞു മീനൊന്നും ഇല്ല, വാ കൊച്ചേ പോവാന്ന്. അപ്പോൾ ഐശു ഇങ്ങനെ വെള്ളത്തിലൊക്കെ തൊട്ട് നോക്കി വാ പോവാം എന്ന് പറഞ്ഞ് അവളും വാ എന്ന് പറഞ്ഞ് പോയി. പിന്നെയും ഐശു വന്നിട്ട് നോക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കൊച്ചു പെങ്കൊച്ചുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ റൂം. വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു റൂമായിരുന്നു. ആ കളറൊക്കെ നോക്കി വളരെ മനോഹരമായിട്ടില്ല ഗൈസ്. പിന്നെ ഞങ്ങളുടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അകത്തോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതായിരുന്നു ഗൈസ് റൂമിൻ്റെ അവസ്ഥ. നമ്മുടെ മലയാളികളുടെ കിട്ടിക്കാൻ അങ്ങനെ ആയിരിക്കും. പിന്നെ രാവിലെ തന്നെ ചായയും കട്ടൻ ചായയും പിന്നൊരു അവലൂസ് കൂടിയും കഴിച്ചു. പിന്നെ ഇതാണ് അവിടുത്തെ വൃത്തികെട്ട തൂരിയാൻ. ഭയങ്കര ഗുണങ്ങളുള്ള സാധനമാണ്, പക്ഷേ ഇത് ഭയങ്കര നാറ്റമാണ് ഗൈസ്. ഇതാണ് ദൂരിയാൻ ഫുള്ളായിട്ടിരിക്കുമ്പോൾ ഇതൊന്നും ഞങ്ങളുടെ ഹോട്ടലിൽ കൊണ്ടുപോയി ഗൈസ്. ഇതാണ് എന്നെ കൊല്ലാൻ കൊണ്ടുപോയ ഓട്ടോ ഗൈസ്. ഇത് കണ്ടപ്പോൾ ഞാൻ സത്യത്തിലും പേടിച്ചു പോയി.
കാരണം അത് ഭയങ്കര സ്പീഡിലാകുമ്പോൾ ഇത് ബ്രിഡ്ജായിരുന്നു. പിന്നെ ഐശു ആ ബ്രിഡ്ജിൻ്റെ അടുത്തൊരു അമ്മച്ചി ഇരുന്ന് മുല്ലപ്പൂവിൻ്റെ സാധനങ്ങളൊക്കെ ഫ്രഷ് മുല്ലപ്പൂവായിരുന്നു ഗൈസ്. അപ്പം ഞങ്ങൾ പിന്നെ എന്ത് കഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റാണ് രണ്ടാമത്തെ ദിവസം ഞാൻ നൂഡിൽസും ഉമ്മിയൊക്കെ റൊട്ടിയും എന്തൊക്കെ സംഭവങ്ങളൊക്കെ കഴിച്ചത്. ഞാൻ നൂഡിൽസൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. സോസേജ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. വളരെ നല്ല ഫുഡായിരുന്നു. ദക്ഷിൺ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഞങ്ങൾ കഴിച്ചത്. വളരെ നല്ലൊരു ഫുഡായിരുന്നു. കാരണം ലാസ്റ്റ് ഒരു മീൻ പൊള്ളിച്ച് കഴിച്ചു. വളരെ 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 നല്ല സാധനമായിരുന്നു ഗൈസ്. ഇവിടെ ഒരു മീനിൻ്റെ ഇതുണ്ട്, കുളമുണ്ട്. ഇതാണ് ഞങ്ങളുടെ അപ്പുറത്തിരുന്ന ഗവൺമെൻറ് മാർക്കറ്റ്. ഞങ്ങളുടെ അരവണ റീജൻസിയുടെ തൊട്ട് ഫ്രണ്ടിലാണ്. ദാഴ്ച അവരുടെ ഫേവറേറ്റ് ഫ്രൂട്ടായ സ്ട്രോബെറിയുടെ അടിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ്. ഇതാണിപ്പോൾ അവളുടെ വാൾപേപ്പർ, അവളുടെ ഫോണിലെ വാൾപേപ്പർ. അപ്പം ഞാൻ മാംഗോയുടെ അടുത്തുനിന്നും സ്ട്രോബെറിയുടെ അടുത്തുനിന്നൊക്കെ ഫോട്ടോ എടുത്തു. ഞങ്ങൾ മെട്രോ കയറാൻ പോകണം. അപ്പം മെട്രോ സ്റ്റേഷനിൽ നിന്നപ്പോൾ ഒരു ഫോട്ടോ കിട്ടിയപ്പോൾ ഞാൻ 24x ഇട്ടിട്ട്, വാപ്പയുടെ ഫോണ് സാംസങ് ആണ്. അപ്പോൾ ഞാൻ 24x ഇട്ട് ഞാൻ നോക്കിയതാണ്. അപ്പം ഞങ്ങൾ മെട്രോയിൽ കയറി. ഗൈസ് പറയാതിരിക്കാൻ വയ്യ, 31 സെക്കൻഡിനുള്ളിൽ നമ്മൾ അടുത്തടുത്ത സ്റ്റേഷനിലെത്തുന്നു. ഞാൻ സ്റ്റോപ്പ് വാച്ചൊക്കെ ഇട്ട് നോക്കി. ഞങ്ങൾ വേറൊരു മാർക്കറ്റിലെടുത്തതാണ് എത്തിയത് ഗൈസ്. മാർക്കറ്റിൻ്റെ അകത്തോട്ട് പോകുമ്പോഴാണ് ഗൈസ് ഇറ്റ്സ് എക്സ്ട്രാ ഓർഡിനറി ഗൈസ്. ഒരുപാട് ഫ്ലവേഴ്സ് കൂട്ടിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ സീ കോറൽസ്, പിന്നെ സ്റ്റാർ ഫിഷിൻ്റെ കൂട്ടത്തിരിക്കുന്ന ഷേപ്പുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ചിപ്പികൾ, കുറച്ച് മുത്തുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. കണ്ടോ, ശംഖ് കൂട്ടത്തിരിപ്പുണ്ടായിരുന്നു ഗൈസ്. വളരെ നല്ലതായിരുന്നു. പിന്നെ വെയിറ്റ് കൊള്ളാമെന്ന് പറഞ്ഞ് ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. കാരണം തിരിച്ചു പോകുമ്പം തന്നെ നല്ലൊരു കിലോ ആവും ഗൈസ്. വളരെ നന്നായിട്ട് മനോഹരമായിട്ട് ഇതൊക്കെ ഓർഗനൈസ് വെച്ചേക്കുന്ന അവരെ തന്നെ പ്രശംസിക്കണം. കാരണം ഇത് കണ്ടോ, നാടൻ കൊട്ടകളൊക്കെ കൂട്ടുണ്ട്, ലൈറ്റൊക്കെ ഇട്ട് വെച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതൊക്കെ സത്യത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം നമ്മൾ ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഗൈസ് ഇങ്ങനെ ജീവിതം കാശ് കൂട്ടി വെച്ചിട്ട് എന്തിനാണ് അടിച്ച് പൊളിച്ച് ജീവിക്കുക. ഞാനിവിടെ ഒരാളോട് മറ്റേ ട്രാൻസ്ലേറ്റർ ഒരു കാര്യം ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെ ഏകമായിട്ടിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അവർ നാളെ പറ്റി ചിന്തിക്കുന്നില്ല, അവർ ടെൻഷൻ എന്ന് പറയുന്ന സംഭവം അവർക്കില്ല. കാരണം നാളെ നമ്മൾ മലയാളികളാണെങ്കിൽ നാളെ ഒരു വീട് വെക്കണം, വീട് വലുതാക്കണം, കുട്ടികളെ കെട്ടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ച് തല പോയിക്കണം. അവർ നല്ല ഹെൽത്തി ഫുഡൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കണം ഗൈസ്. ഇത് കണ്ടോ, അവിടെ ഉള്ളൊരു മൂർത്തിയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് പാർക്കിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഗൈസ്. ഇത് നല്ലൊരു പാർക്കാണ്. അവിടെ ഒരു ചേച്ചി ഓടിയൊക്കെ കണ്ടു. പിന്നെ ഗവൺമെൻറ് മാർക്കറ്റിലുള്ള കുറച്ച് ഫോട്ടോസ് ആയിരുന്നു. ഞാനത് എഡിറ്റ് ചെയ്യുന്നതിനകത്തോട്ട് ഇടാൻ മറന്നുപോയി. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടു. പിന്നെ അവിടുത്തെ ഒരു ബ്രിഡ്ജുള്ള സംഭവം, അത് ലൈറ്റ് കത്തുന്നുണ്ട് ഗൈസ്. അപ്പം ഞാൻ ആലോചിക്കും LED ഒന്നും പൊട്ടിപ്പോകത്തില്ല ആൾക്കാരുടെ വെയിറ്റ് അനുസരിച്ച്. നമ്മുടെ ഇവിടെ ഇവരുടെ ആ വെയിറ്റൊക്കെ കണ്ടാൽ നമ്മൾ സത്യത്തിൽ പേടിച്ചു. പിന്നെ കുറച്ച് പേരെ തന്നെ ഗവൺമെൻറ് മാർക്കറ്റായിരുന്നു. ഗവൺമെൻറ് മാർക്കറ്റ് വളരെ നല്ലൊരു സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങൾ പാലും ഇതൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ പോയി. സൂപ്പർ മാർക്കറ്റ് അയണിങ്ങിൻ്റെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി. വാപ്പി സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു. കാരണം അവിടെ ദൂറിയാൻ ഇരിപ്പുണ്ടായിരുന്നു ഗൈസ്. ഒരുക്കത്തെ മാറ്റമാണ്. ഇവർക്ക് എങ്ങനെ സഹിക്കുന്നില്ലേ? അവർക്കത് നമ്മൾ പായസം കുടിക്കുന്ന കൂട്ടാണ് അവർക്ക് അത് കഴിയുന്നത്. അപ്പം ഞങ്ങൾ പിന്നെ സഫാരി വേൾഡാണ് ഇവിടെ ഏറ്റവും സ്പെഷ്യൽ. ഇതായിരുന്നു ഞങ്ങളുടെ. അപ്പം ഇവരും വാപ്പയോട് എന്തൊക്കെയോ എയർപോർട്ടിലോട്ട് പോകും അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. എയർപോർട്ടിലോട്ട് റേറ്റ് ഉണ്ടോ, ഇവർ വേറെയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു സഫാരി വേൾഡിലോട്ട് മാത്രമേ ഉള്ളൂ, ഞാൻ വേറെ അങ്ങോട്ടും ഇല്ല എന്ന് പറയുകയാണ് ഗൈസ്. അപ്പോൾ ഇവർ എല്ലായിടത്തും ഇങ്ങനെ അത് കണ്ടോ, മുല്ലപ്പൂ ഇങ്ങനെ വെച്ചേക്കാനാണ്. മുല്ലപ്പൂവാണ് ഗൈസ്. ഇവർക്ക് നല്ല ഫ്രാഗ്രൻസിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്കും ഇഷ്ടമുള്ളൊരു രീതി തന്നെയാണ് മുല്ലപ്പൂ. അങ്ങനെ ഗൈസ് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സഫാരി വേൾഡിലോട്ടെത്തി. സഫാരി വേൾഡിൽ ഭയങ്കര ലോങ് ആയിരുന്നു. ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് ടൈം എടുത്തു. അങ്ങനെ ഞങ്ങൾ സഫാരി വേൾഡിലെത്തി. ഒരു എലിഫൻറ്റ് ഷോ ആയിരുന്നു ഗൈസ്. ആദ്യം
സഫാരി വേൾഡിൽ കുറച്ച് വീഡിയോസ് കാണിച്ചാലും ഗൈസ്. അങ്ങനെ ഞാൻ സഫാരി വേൾഡിലോട്ട് കയറുന്ന കുറച്ച് വീഡിയോസ് ആയിരുന്നു ഞാനിപ്പം തന്നത്. അപ്പം ഗൈസിനകത്ത് ഞങ്ങൾ കുറച്ച് നേരമേ ഗ്ലാസ് കൊടുത്തു, കാരണം ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ടായിരിക്കും ഗൈസ്. അങ്ങനെ കുറേ ഇതും ഈ ടൈമിൽ സ്പൈസ് ആയിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ ഇതിൻ്റെ പേരായിരുന്നു ATM ബാങ്കോക്ക് പട്ടായ ട്രാവൽസ് എന്ന് പറയുന്നത്. അവർക്ക് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ തായ് ഭാഷയിൽ എന്തൊക്കെ ഒരു സഫാരി വേൾഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ആദ്യം കയറുന്നത് മെറൈൻ വേൾഡിലായിരുന്നു. മെറൈൻ വേൾഡ് എന്ന് പറയുന്നത് മറ്റേ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല അലങ്കരിച്ചിരിക്കുന്നത്, നമുക്ക് എല്ലാത്തിനും പോയി തൊടാം. പിന്നെ ഞങ്ങളൊരു ഫുഡ് ചെയ്യുന്ന സ്പോട്ട് കണ്ടു, സീബ്രയുടെ കളറിലൊക്കെ ഉള്ളത്. ഞങ്ങൾ വീണ്ടും ജസ്റ്റ് ഒന്ന് അവിടെ കയറി ചെയ്ത് കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മുടെ ചൈനീസ് കൂട്ട് എന്തോ സംഭവം അവിടെ ഉണ്ടായിരുന്നു, ചൈനീസ് ഡ്രാഗണൊക്കെ കൂട്ട് ഗൈസ്. പിന്നെ സീലിന് വേണ്ടി ചോദിച്ചു കുറച്ച് ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞു, അതൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ മേളിക്കൂടെ എൻ്റെ തലേന്ന് മേളിക്കൂടെ ആരൊക്കെയോ പറഞ്ഞു തോന്നുന്നുണ്ടായിരുന്നു ഗൈസ്. ആരൊക്കെയാണോ ഗൈസ്. പിന്നെ ഞാൻ കുറച്ച് വയസ്സായിട്ടുള്ള മങ്കീസിനെ കണ്ടു, വളരെ നല്ല മങ്കീസ് ഗൈസ്. അങ്ങനെ ശേഷം ഞങ്ങളാണെങ്കിൽ ഒരു ലിസാർഡിനെ കണ്ടു. സ്പൈ വാർ തുടങ്ങി ഗൈസ്. എൻ്റെ കുളിപ്പിച്ച് പോയി അറബികളൊക്കെ എഡിറ്റ് പോയി. സ്പൈ വാർ എന്ന് പറയുന്നത് വെള്ളമൊക്കെ ചെയ്ത് ചങ്ങടത്തോട്ട് അപ്പം സ്പൈ വാറിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാ കണ്ടോ, നന്നായിട്ടില്ലേ. ഒരു ചേട്ടൻ്റെ സൈഡിൽ കൂടെ പോയി. ചേട്ടൻ്റെ ദേഷ്യത്താണ് പോകുന്നത്, കാരണം ചേട്ടനകത്ത് വെള്ളമടിച്ചു. 6 സീറ്റാണ് ഇറങ്ങിയ ടാങ്കറിൻ്റെ മുകളിലൊക്കെ കയറി നിന്നു ഗായ്സ്. ശത്രുക്കാരെ വന്നു, അവനെ കയറ്റി നിർത്തി ഞങ്ങൾ പോയി. കൊള്ളാല്ലേ, എന്തായിരുന്നു ആ ടാങ്കർ അവരൊക്കെ വിളിച്ച്. ഫൈവർ ഭയങ്കര രസമുള്ള സംഭവമാണ് ഗൈസ്, ഭയങ്കര റിയലിസ്റ്റിക്കാണ്. തീ കത്തിച്ചൊക്കെ എൻ്റെ ദേഹത്തോട്ട് കത്തുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പേടിച്ച് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോക്കോണൊക്കെ നിലത്തോട്ട് വീണു ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന സമയത്താണ് വീണ്ടും ഒരു ടാങ്കറിൻ്റെ മേളിൽ കയറി. ടാങ്കറല്ല, ഒരു ബൈക്കാണത്. ബൈക്കിൽ കയറി പിന്നെ സഫാരി ട്രെയിനിൽ കയറി. ഇതാണ് സൈഡിൽ എഴുതി വെച്ചപ്പോൾ സ്പൈ വാർ ഐ ലവ് സ്പൈ വാർ, കാരണം അത് വളരെ നല്ലൊരു സംഭവമായിരുന്നു, റിയലിസ്റ്റിക് ആയിരുന്നു ലൈഷു. അതെ, തീ കത്തിയപ്പോൾ നമ്മൾ ഭയങ്കര ചൂടെടുത്തിരിക്കുന്ന സമയത്താണ് ഗൈസ് ആ വെള്ളം വന്ന് വീണത്. പിന്നെ ഐഷു ഹിപ്പോളുടെ വായിലൊക്കെ കയറി ഗൈസ്. പിന്നെ ഒരു ആനയുടെ അഴിയിരുന്നു, ഒരു ഫ്ലവേഴ്സ് ഭയങ്കര നല്ല ഫ്രാഗ്രൻസ് ആയിരുന്നു അത്. പിന്നെ ഗൈസ് കടി മാറി, പുലിയായിരുന്നു ഗൈസ്. പുലിക്ക് ചിലരൊക്കെ ഫുഡ് ഇട്ട് കൊടുത്തു, ട്രീറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഫുഡ് ഇട്ട് കൊടുത്തു ഗൈസ്. പിന്നെ മാൻകുട്ടി, ഇവരെയൊക്കെ നന്നായിട്ട് ഒരു ടൈമിന് അനുസരിച്ച് ആൾക്കാരെ വിടത്തുള്ളൂ, കാരണം ഇത് ഫുഡ് കഴിച്ചാൽ ഉറങ്ങുന്ന സമയത്ത് ഇതിനെ വിടത്തുള്ളതെന്ന് തോന്നുന്നു. ടൈഗറും ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. എമു ആണ് ഗൈസ് നമ്മുടെ ജിയോ മച്ചാൻ ഉപ്പിലിട്ട് പിടിച്ചത് ഗൈസ്. ഐഷു ഇതൊക്കെ എങ്ങനെ ഉണ്ട്, ഇത് കണ്ടോ ക്രോസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതും ആനിമൽസ് ചടി പോയിക്കാനും അവർ ആ മരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനുമാണ് ഗൈസ്. ഇത് കണ്ടോ, എമു ആണ് നമ്മുടെ ജിയോ മച്ചാൻ ഉപ്പിലിട്ട് വറുത്തത്. കരടി ഉണ്ടായിരുന്നു, ഞാൻ സൂം ചെയ്ത് ക്ലിയർ അപ്പ് ചെയ്തിട്ട് എടുത്തതാണ് ഒരെണ്ണം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ 3-ാമത്തെ ദിവസം ഞങ്ങൾ നന്നായിട്ട് ഉമ്മയൊക്കെ ഞങ്ങൾ ചവിട്ടി പിടിച്ച് ഫുഡിലിറക്കി. ലൈസ് ഇട്ട് ഉമ്മയ്ക്ക് പേടിയായിരുന്നു ഗൈസ് 9 മീറ്ററിന് അവിടെ ഇറങ്ങാൻ. ഉമ്മയുടെ ഒരു ബ്രസ്റ്റ് വരെ ഉണ്ടായിരുന്നുള്ളത്, പക്ഷേ ഉമ്മയ്ക്ക് പേടിയായിരുന്നു. ഉമ്മ ഐശ്വര്യം ഇറങ്ങാൻ പറ്റുന്ന സ്ഥലത്ത് വരെ നിന്നുള്ളൂ. അങ്ങനെ ഞാൻ എന്തോ ചെയ്തു, കുറച്ച് നേരം കട സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് ആറാടികയായിരുന്നു. ഇത് ആറാടികയാണ് ഗൈസ്. ഐഷു ഇത് പെട്ര റെസ്റ്റോറൻറ്റിലായിരുന്നു. അപ്പം അവിടുത്തെ ചിക്കനായിരുന്നോ മട്ടനായിരുന്നോ ഏറ്റവും നല്ലത്? മട്ടനായിരുന്നു ഗൈസ് ഏറ്റവും നല്ലത്. നിങ്ങൾ പെട്രോയിൽ പോയി കഴിഞ്ഞാൽ, ബാങ്കോക്കിലെ പെട്രോയിൽ പോയി കഴിഞ്ഞാൽ മട്ടനാണ് കൂടുതൽ ഓർഡർ ശ്രമിക്കുക. ചിക്കനേക്കാളും ഒരു പടി മുന്നിലാണ് മട്ടൻ. പിന്നെ ഞങ്ങൾ പോർക്ക് ആൻഡ് പോൾട്രി എന്ന സംഭവത്തിലെത്തി. അവിടെ പോർക്ക് ഉണ്ടായിരുന്നു, ചിക്കൻ, ബീഫ്. പിന്നെ നാലാമത്തെ ദിവസം 5-ാമത്തെ ദിവസമാണ് ഗൈസ് എന്ന്, കാരണം ഇന്നാണ് ഞങ്ങൾ തിരിച്ച് യുഎഇ പോകുന്നത്. ഐഷു നീന്തലൊക്കെ കണ്ടോ ഐഷുവിൻ്റെ? കാരണം എന്താ വെച്ചാൽ എനിക്ക് ആസ്മയുള്ളതുകൊണ്ട് നോക്കി കയറും. പിന്നെ ഇതൊക്കെ ആയിരുന്നു. ഞങ്ങളൊന്ന് പുറത്തിറങ്ങി 10 മണിക്കൊക്കെ ലോഗൗട്ടായിരുന്നു. ഞങ്ങൾ അപ്പുറത്തുള്ള പാടിലൊക്കെ കയറി ഞങ്ങൾ നടന്നു പോയി. മെട്രോ ക്യാമറ അയച്ചാൽ പക്ഷേ അപ്പം ഇവിടെയുള്ള ആൾക്കാരുണ്ട് ഹെൽത്തിയാണ് ഈ സമയം. ഇത് ഭയങ്കര ഹെൽത്തിയാണ്, കാരണം
നാളെ പറ്റിയുള്ള ചിന്തയില്ല, അത് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതാണ്. പിന്നെ വേസ്റ്റിൻ്റെ കാര്യം പറയുകയാണ്, ഡ്രഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ വിനോദിക്കുന്നവരെ കാരണം നമ്മുടെ നാട്ടിൽ മൈക്രോ ഷോപ്പ് ഉണ്ടാകും, നമ്മുടെ ഗരാജ് സ്റ്റോറുകൾ. അപ്പം അത് നമ്മൾ കണ്ടുകൊണ്ട് 2 ദിവസം വീണ്ടും ഫ്ലൈറ്റ് കഴിക്കും അങ്ങനെ ചിന്തിക്കില്ല. കാരണം നമ്മൾ ബാംഗ്ലൂരിൽ നിന്നും നല്ല സൈഡും ഉണ്ട്, ഒരു ചീത്ത സൈഡും ഉണ്ട്. അപ്പം രണ്ട് സൈഡും കൂടെ മാത്രം കാണുന്നത്. കാരണം നമ്മൾ അത്രയും ആവശ്യമില്ല. യൂട്യൂബിൽ എല്ലാവരും ഗരാജ് യൂസ് ചെയ്യുന്ന അത് ഞങ്ങൾ വിചാരിച്ചത് തലയിലൊക്കെ വയ്ക്കാൻ ഇതാക്കുന്നതാണ്. മനസ്സിലായത് ഇവിടെ കുറേ ദൈവവിശ്വാസമുള്ള ആൾക്കാർ ഇതേപോലെ ഇങ്ങനെ പൂ മേടിച്ച് അവിടെ ബുദ്ധയുടെ ഇത് ഞങ്ങൾ അവിടെ പോയപ്പോൾ ഉള്ള സ്റ്റാച്ചുവിൽ ഇങ്ങനെ പൂവൊക്കെ തൂക്കി. ഇത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉള്ള ഫോട്ടോസ് വീഡിയോസ് ആണ് ഞങ്ങൾ എടുത്തത്. കുറച്ച് സഫാരി വേണ്ടി പോയപ്പോൾ കാരണം എനിക്ക് എഡിറ്റിങ്ങിന് വളരെ മിസ്റ്റേക്കാണ്. അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ടൈഗർ ആയിരുന്നു. വിൻഡോ പൊക്കിയിട്ടാണ്, നല്ല പ്രൊട്ടക്ഷനുള്ള വിൻഡോ ആയിരുന്നു. അപ്പം അത് പൊക്കിയിട്ട്, കാരണം വൈൽഡ് ആനിമൽസ് നമ്മൾ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ. ഇല്ലാത്ത കാര്യങ്ങൾ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച് ചാടിപ്പറിച്ച് വരുമെന്ന്. നേരത്തെ ഒരു വീഡിയോക്കകത്ത് കൊല്ലാൻ വന്നുകൊണ്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങള് ചെന്ന് ഗൈസ് ഇതുണ്ടോ എന്തൊക്കെയാണ് ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വെള്ളത്തിലൊക്കെ സ്വിമ്മിംഗ് പൂൾ ആയിരുന്നു ഗൈസ്. എനിക്ക് അവിടുത്തെ അരവണ റീജൻസി സ്ഥലമുണ്ട്, വളരെ നല്ല ഇതാണ് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, കാടിന്റെ ഉള്ളിലോട്ട് നമ്മൾ പോകണം ഗൈസ്. റാക്കൂൺസ് ഇതാണ് മരമൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ലോക്കിയിട്ടേക്കാണ് ഗൈസ്. മരമൊക്കെ മൊത്തത്തിൽ പക്ഷേ ടൈഗറിന്റെ ഇവിടേക്ക് ആ ഇട്ടേക്കുന്ന കമ്പി ഇലക്ട്രിക് ആണ്. കാരണം ഇത് കണ്ടോ ഇലക്ട്രിക് ആണ് ഗൈസ്. എങ്ങാണ് ഇതങ്ങനെ പുറത്തിറങ്ങാൻ ശ്രമിച്ചാൽ അത് ഇലക്ട്രിക് നേരെ വെള്ളത്തിലോട്ട് പോയിക്കോളും. കാരണം അതുകൊണ്ട് ഇതൊന്നും ഇറങ്ങാൻ ശ്രമിക്കത്തില്ല. നല്ല വെയിറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ കാട്ടിൽ ജീവിക്കുന്നതിനേക്കാളും അടിച്ചു പൊളിച്ചാണ് യുവമാർ ഇവിടെ ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണിയെടുക്കണ്ട, കുളിക്കുക, ഫുഡ് കഴിക്കുക, നമ്മുടെ നാട്ടിലെ ജോലിയില്ലാത്ത ഇവരാണ് ഏറ്റവും പാവം ആനിമൽസ്. കാരണം ഇവരെ നമ്മള് കഴിക്കും, പക്ഷെ അവര് നമ്മളെ കഴിക്കുന്നത്. ഇത് കഴിച്ച് ഹിപ്പോപ്പൊട്ടാമസ് അടുത്ത് വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഗൈസ് നമ്മുടെ സ്പൈവാർ നടന്നപ്പം ഞങ്ങൾ ഏറ്റവും തറയിലാണ് ഇരുന്നത്. കാരണം ഫസ്റ്റ് സീറ്റ് കിട്ടി. പക്ഷെ എന്താ പ്രശ്നം അറിയാവോ, വെള്ളം ചീറ്റിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അയാളുടെ കടയിൽ മാത്രമേ ഉള്ളൂ. വേറെ എത്ര രീതിയിലുള്ള ഭാഷയാണ് കാണുന്നുണ്ട്. എനിക്ക് ഫുഡ് കഴിച്ച് കാണുന്നുണ്ട്. നമ്മൾ സ്പൈവാറിന്റെ പോയപ്പോ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചപ്പോണ്ടായിരുന്നു അവിടെ വെള്ളം ധരിക്കും, അതുകൊണ്ട് ക്യാമറൈസ് ഇതായിരിക്കണം. അത് മാത്രം ഞങ്ങൾ കണ്ടില്ല. ആ വെള്ളം എല്ലാം തെറിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. ചില അറബികള് തായ്ലാൻഡിൽ വന്നവര് ഉണ്ടായിരുന്നു. അവര് ആ വെള്ളം തെറിച്ചപ്പോ തന്നെ ദേഷ്യം ഗ്ലാസ് ആത്തിക്കോട്ടെ എന്ന് ചോദിച്ചവരോട്. പിന്നെ ഞങ്ങള് കുറച്ച് നടക്കും. ഗ്ലാസ് ആത്തിക്കോന്ന് അവരോട് ചോദിച്ചു. ഇപ്പോടെ വീഡിയോ ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ തിരിച്ചുകൂടെയാണ് അതിന് ഗൈസ് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത് കണ്ടു, ഈ മരമൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. അടിയിൽ കുറച്ച് അലിഗേറ്റേഴ്സ് ഉണ്ട്. പിന്നെ മാന്, ഹിപ്പോ, മാനൊക്കെ എനിക്ക് നല്ല കൊമ്പുള്ള മാനാണ്. അവര് പറഞ്ഞു അടയ്ക്കാൻ പറഞ്ഞു പെട്ടെന്ന്. ഹെലികോപ്റ്റർ കുറച്ച് നേരം മാൻ്റെ വീഡിയോസ് ആയിരുന്നു. നല്ല പുള്ളിമാൻ. 500 ബാത്ത് കൊടുത്താൽ നമുക്ക് ഹിപ്പോക്കിന് നമ്മൾ ഫുഡ് കൊടുക്കാൻ പറ്റും. ഹിപ്പോയ്ക്കും ടൈഗറിനൊക്കെ. പക്ഷേ 500 ബാത്ത് ഫുഡ് കൊടുത്ത് ജീവൻ കളയാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനത്തെ പരിപാടി ഒന്നും കാണിക്കാൻ നിന്നില്ല. ഞങ്ങൾ പയ്യെ പക്ഷേ ആ ഫുഡ് കൊടുക്കുന്നവരൊരു ഇതുള്ള ട്രക്കിൽ ഇതാക്കിയിട്ടാണ് അവർ ഫുഡ് കൊടുത്തത്. ഭയങ്കര സെക്യൂരിറ്റിയിലാണ് നമ്മൾ അവർക്ക് കൊടുത്തത്. കൊമ്പുണ്ടോ ഇതൊക്കെ ഒരു കുത്തു കിട്ടിക്കഴിഞ്ഞാൽ കത്ത് ഓടും, നമ്മൾ പിടച്ചോണ്ട് ഓടും. കുത്തൊന്നല്ല, ഇതിന് ഹഗ് ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം ഇതുകൊണ്ടൊരു കൊച്ചു വെച്ച് നല്ല ക്യൂട്ട് വെച്ച്. പിന്നെ ഞങ്ങൾ ആ സീബ്രയെ കണ്ടു ഗൈസ്. സീബ്രാസ് ഇത് കണ്ടോ ഗൈസ്. അങ്ങനെ സീബ്രയായിരുന്നു അത്.
പക്ഷേ നമ്മൾ സീബ്രയെ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ ഇതിന്റെ ദേഹത്ത് ഫുൾ വൈറ്റ് അല്ല. വൈറ്റ് അല്ല, ബ്ലാക്കും വൈറ്റും മിക്സ് ആയിട്ട് നല്ല സ്ട്രിപ്സ് ഒക്കെ വളരെ ക്ലിയർ ആയിരുന്നു. അതിന്റെ ദേഹത്ത് അഴുക്ക് പറ്റിയിരിക്കുന്നുണ്ട്, നമുക്കത് ഫുൾ വൈറ്റ് ആണെന്ന് മനസ്സിലാവത്തേ ഇല്ല. ഗൈസ് കറക്റ്റാണ്, ഗൈസ് കറക്റ്റാണ്. അങ്ങനെ കുറച്ച് നേരത്തെ അടിച്ചുപൊളിക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തി. കുറച്ച് നേരം ഹിപ്പോപ്പൊട്ടാമസ് വീണ്ടും ഹിപ്പോപ്പൊട്ടാമസുകളാണ് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ബോറിങ് അടിക്കുന്നുണ്ടായിരിക്കും. കാരണം കുറച്ച് വീഡിയോസ് എനിക്ക് എടുക്കാൻ കഴിയുള്ളൂ ഗൈസ്. സോറി ഗൈസ്. ഹിപ്പോപ്പൊട്ടാമസ് ഗൈസ് ഇതായിരുന്നു ഞങ്ങളുടെ വൈകുന്നേരം കഴിച്ചു വന്നു. പിന്നെ ഗൈസ് ഇത് ഞങ്ങൾ ഇതായിരുന്നു ഐശു ഇത് സിനിമയ്ക്കകത്ത് മെർസലിനകത്ത് സൗണ്ടൊക്കെ ഇട്ട് കാണിക്കണമായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരുന്നു ഗൈസ്. ഇതായിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ്. വളരെ നല്ല ഫുഡായിരുന്നു ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ എയർപോർട്ടിൽ പോയി. ഞങ്ങളുടെ അരവണ ഹോട്ടലിലുള്ള ഇത് അവിടെ തന്നെ ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്. ബൈ ബൈ.